ഗുഡ് മോർണിംഗ്, നമസ്തേ, നമസ്കാരം. ആക്ച്വലി ഇന്നത്തെ കണ്ടന്റ് എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് കടമെടുത്താണെന്ന് പറയാം. ഞങ്ങളുടെ കാലഘട്ടം വളരെ നല്ല കാലഘട്ടമായിരുന്നു. ഇങ്ങനെയാണ് എൻ്റെ അച്ഛൻ എപ്പോഴും എന്നോട് പറയാറുള്ളത്. 1 രൂപയ്ക്ക് 1 കിലോ അരി ലഭിക്കും. രാഷ്ട്രീയക്കാരും പോലീസുകാരും അഴിമതിയില്ലാതെ ഭരണം നടത്തിയിരുന്നു. ഇത്രയധികം കുറ്റകൃത്യങ്ങളില്ലായിരുന്നു. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. ഇക്കാര്യങ്ങൾ അദ്ദേഹം ഓരോ വർഷവും പറഞ്ഞുകൊണ്ടേയിരുന്നു. അതായത് അവരുടെ കാലഘട്ടമായിരുന്നു നന്നായിരുന്നത്, ഈ കാലഘട്ടം അത്ര നന്നല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പലരും ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പിടിയൊരു മൈൻഡ് സെറ്റ്, അതായത് ഈ കാലഘട്ടം ശരിയല്ലെന്നും ഇതിനു മുമ്പുണ്ടായിരുന്നതാണ് നല്ല കാലഘട്ടമെന്നും. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം 2024 ആണ്. എന്റെ ക്വസ്റ്റ്യൻ, 24 നിങ്ങൾക്ക് നന്നായിരുന്നു, 22 നന്നായിരുന്നോ അതോ 20 ആണോ നന്നായിരുന്നത്? എല്ലാം ഉണ്ടായിരുന്നു, ശരി, പെർഫെക്റ്റ്ലി ഫൈൻ. പക്ഷെ മറ്റൊരു ചോദ്യവും ഉണ്ട്. 2020 നിങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? 2020 അത്ര ശരിയല്ല, വളരെ ടഫായിട്ടുള്ള ഒന്നാണ്. 2021 ടഫാണ്. 2014 നന്നായിരുന്നു, 2015 നന്നായിരുന്നു. കോവിഡിനെ വിട്ടേക്ക്. എപ്പോഴും പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു ശീലമാണ്. ഒരുപക്ഷെ കാലഘട്ടത്തിനനുസൃതമായി നിങ്ങൾ മാറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ തന്നെയായിരിക്കും പറയുന്നത്, നോട്ട് ബേസിക്കലി പ്രോഗ്രസീവ്. ഒരു ചോദ്യമുണ്ട്. പോലീസിൽ മോശക്കാർ പണ്ടും കാണും, ഇപ്പോഴും കാണും. അതുപോലെ രാഷ്ട്രീയക്കാരിൽ നല്ലവർ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. അങ്ങനെ നല്ലവരും മോശക്കാരും എല്ലാവരും ഉണ്ട്. അടിസ്ഥാനപരമായി നോക്കിയാൽ മറ്റുള്ളവരാണ് മാറേണ്ടത്, നമുക്ക് മാറ്റാൻ ഒന്നും തന്നെ ഇല്ല എന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ നമ്മൾ ഉയർന്നുകൊണ്ടേയിരിക്കും എന്ന് നിങ്ങൾ കരുതിയാൽ നിങ്ങൾ ഒരു സ്വപ്നലോകത്തിലാണെന്ന് ഞാൻ പറയും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത്. ഇന്നും ചില മാനേജേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, സർ ഇന്ന് നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യേണ്ടി വന്നു, സർ മൈ ടീം ഈസ് സെല്ലിംഗ് ഡീമോട്ടിവേറ്റഡ്. ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ വളരെ വ്യത്യസ്തമായിരിക്കും. ഇവിടെ ആർക്കൊക്കെ മോട്ടിവേഷൻസ് ഉണ്ട്, ആർക്കൊക്കെ ആവശ്യമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം നോക്കാം. ഒരു പക്ഷേ ഒരു മനുഷ്യൻ ഇങ്ങനെ ഉണ്ടായിരിക്കാം. 4 മണിക്കൂർ ജോലി ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ 11 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് 3 മണിക്ക് തിരിച്ചെത്തിയാൽ അവൻ 5 പ്രോഡക്റ്റുകളിൽ ഒരു 80% സെയിൽ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം 100% മുതൽ 50% വരെ ZHന്റെ സഹായത്തോടെ അദ്ദേഹത്തിന്റെ സെയിൽസ് ചെയ്ത ഇത്രയധികം അദ്ദേഹം കവർ ചെയ്യാനുള്ള കാരണം എന്താണ്? അദ്ദേഹം 300 കോളുകളാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫ്രീക്വൻസി വളരെ നന്നായിട്ടുണ്ടെന്ന് കാണിക്കുന്നു. വളരെ ആഴത്തിൽ ഇതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സെയിൽസിന്റെ കാരണം തന്നെ ചില ഡോക്ടേഴ്സ്, 10-15 ഡോക്ടേഴ്സ് അവിടെ മാക്സിമം സെയിൽ ചെയ്യുന്നു. ഈ കാലഘട്ടം അദ്ദേഹത്തിന് വളരെ നന്നായിരുന്നു. 3-4 മണിക്കൂർ ജോലി, കവറേജിനെ പറ്റിയുള്ള വിഷമമില്ല. ടൂർ പ്രോഗ്രാം ചെയ്യുമ്പോൾ പോലും ഒരു ടെൻഷന്റെയോ ആവശ്യമില്ല. ടൂർ പ്രോഗ്രാമിന്റെ സമയത്തും വീട്ടിലിരുന്ന് തന്നെ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ സാധിക്കും. ടൂർ പ്രോഗ്രാം പ്രകാരം 5 കോൾ ചെയ്തിട്ട് 12 കോൾ ചെയ്തു എന്നും നമുക്ക് പറയാൻ സാധിക്കും. കാരണം നമ്മുടെ മുകളിലുള്ള ലീഡേഴ്സ് ഇതൊന്നും ചെക്ക് ചെയ്യുന്നില്ല. പെട്ടെന്ന് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തീർച്ചയായും ഉണ്ട്. അതായത് എല്ലാവർക്കും ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യം. എന്തുപറ്റി പെട്ടെന്ന് മാൻകൈൻഡിൽ വർക്കേഴ്സിന്റെ ജോലി നഷ്ടപ്പെടുന്നു, മാനേജേഴ്സിന്റെ ജോലി നഷ്ടപ്പെടുന്നു. ടോപ്പ് ലീഡർ ആയിരിക്കാം, മീഡിയം ലീഡറും ആയിരിക്കാം. അതുമാത്രമല്ല ഫസ്റ്റ് ലൈൻ മാനേജേഴ്സിന്റെ ജോലി പോലും നഷ്ടപ്പെടുന്നു. കമ്പനി പെട്ടെന്ന് മാറിയെന്ന് പോലും ഒരുപക്ഷെ അവർ കരുതാം. പക്ഷേ യഥാർത്ഥത്തിൽ കമ്പനി മാറുന്നില്ല. കഴിഞ്ഞ 3-4 വർഷങ്ങളായി ഞാൻ എല്ലാവരോടും പറയാറുള്ള ഒരു കാര്യം എൻ്റെ വീഡിയോ കാണാനാണ്. ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ അവരോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ മാറുകയാണ്, ഞങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്, ഡേറ്റ ശ്രദ്ധിക്കുന്നുണ്ട്, ആരെല്ലാം എങ്ങനെ ജോലി ചെയ്യുന്നു, എങ്ങനെ കഷ്ടപ്പെടുന്നു എല്ലാം നോക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരുടെയും പ്രവൃത്തികൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാലും സെയിൽസ് കൂടിയില്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചെക്ക് ചെയ്യും. ഒരുപക്ഷെ ഇക്കാര്യം മനസ്സിലായാൽ, ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന പിക്ചർ വേറെയാണെങ്കിൽ സംഭവിക്കുന്നത് മറ്റൊന്നാണെങ്കിൽ അത് മനസ്സിലായാൽ തീർച്ചയായും ആക്ഷൻ എടുക്കും. ഞങ്ങൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, എല്ലാ കാലഘട്ടങ്ങളിലും നിങ്ങൾ സത്യസന്ധമായി ജോലി ചെയ്യണം. 8 മണിക്കൂറെങ്കിലും നിങ്ങൾ ജോലി ചെയ്യണം. ഒരിക്കലും മിസ്സിംഗ് കോൾ സംഭവിക്കരുത്. നിങ്ങൾ ഒരുപക്ഷെ കള്ളത്തരം കാണിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലിയായിരിക്കും നഷ്ടപ്പെടുക. ഒരുപക്ഷെ മെഡിക്കൽ റെപ്പിന്റെ അടുത്തുനിന്ന് അവന്റെ ഇൻസെന്റീവ് എടുത്ത് സ്റ്റോക്കിറ്റ്സിന്റെ കയ്യിൽ കൊടുത്താൽ സെമി സ്റ്റോക്കിറ്റ്സിന് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അല്ലല്ല സാറേ എന്ന് പറഞ്ഞാൽ, അതായത് കോവിഡിന്റെ സമയത്ത് ഞങ്ങളുടെ സെമി സ്റ്റോക്കിറ്റ്സ് അംഗീകരിച്ചു, അവർക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് ലഭിച്ചിരുന്നു, ഇനി മരുന്നൊന്നും വാങ്ങുകയില്ല, ഞങ്ങൾ പുറത്തു നിന്നും മരുന്ന് കൊണ്ടുവരും. അതുകൊണ്ട് അവർ മെഡിക്കൽ റെപ്പിന്റെ 15,000 പെർ മന്ത്, 5,000 പെർ മന്ത് വാങ്ങിയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് സെയിൽ നടക്കുന്നതെന്ന്. അതിനുശേഷം
ധാരാളം പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. കാരണം ഞങ്ങൾ കുറച്ച് സ്ട്രിക്റ്റ് ആകാൻ തുടങ്ങി. പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നമ്മുടെ ജോലിയിൽ നമ്മൾ ചീറ്റ് ചെയ്യാൻ പാടില്ല. സിൻസിയറായിട്ട് ജോലി ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുമെന്നും പറഞ്ഞിരുന്നു. ആ സമയത്ത് വളരെ വ്യത്യസ്തമായ ഒരു മാൻകൈൻഡ് നിങ്ങൾ കാണും. ഒരു സൈഡിൽ നല്ലവരോട് വളരെ നന്നായിട്ട് പെരുമാറും, പക്ഷേ ഞങ്ങൾ അഴിമതി കാണിക്കുന്നവരോട് വളരെ മോശമായ രീതിയിലായിരിക്കും പെരുമാറുന്നത്. ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് പലരും പറയാറുണ്ട്, സർ വളരെ ഡീമോട്ടിവേറ്റഡ് ആണ്. 4 മണിക്കൂർ ജോലി ചെയ്യുന്നത് മോട്ടിവേഷൻ ആണെങ്കിൽ, ഫാൾസ് റിപ്പോർട്ടിംഗ് ചെയ്യുന്നത് മോട്ടിവേഷൻ ആണെങ്കിൽ, തെറ്റായ സെയിൽസ് റിപ്പോർട്ട് ഇൻഫിൽട്രേഷൻ ചെയ്യുന്നത് ഒരു മോട്ടിവേഷനായിട്ട് തോന്നിയാൽ ജോലി ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഞാൻ സെയിൽസ് ചെയ്താലും ഇല്ലെങ്കിലും എനിക്ക് തീർച്ചയായും മെഡൽ ലഭിക്കണം, എനിക്ക് ഫോറിൻ ട്രിപ്പ് തീർച്ചയായും ലഭിക്കണം, ക്യാഷ് റിവാർഡ് ലഭിക്കണം, എന്റെ ഫാമിലിയെ കൂട്ടിക്കൊണ്ട് വിദേശത്ത് പോകണം. ഇതാണ് മോട്ടിവേഷൻ എങ്കിൽ ഇങ്ങനെയല്ല മോട്ടിവേഷൻ. ഏത് പോളിസിയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രശ്നം തന്നെയാണ്. സർ, ഇത് ഡീമോട്ടിവേറ്റിംഗ് ആണ് സർ. ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാകും സർ. നിങ്ങൾക്ക് ഇതാണ് ഡീമോട്ടിവേഷൻ എന്ന് തോന്നിയാൽ ഇങ്ങനെയാണ് സംഭവിക്കുക. സർ, എൻ്റെ കസിൻ ഉണ്ട്, അവള് ഗ്രാമത്തിലാണുള്ളത്. അവിടെ കല്യാണത്തിന് വേണ്ടി എനിക്ക് 10 ദിവസത്തെ ലീവ് വേണം. കസിൻ ആരാണ്? ഗ്രാമത്തിലുള്ള ഒരു വ്യക്തിയാണ്, പക്ഷേ സ്വന്തം കസിൻ അല്ല. ഇവിടെ നിങ്ങൾ ഒരു 45 ദിവസം ലീവ് എടുക്കുകയാണെങ്കിൽ 40, 20 എന്ന് വളരെ കൂളായിട്ട് ലീവ് എടുക്കുന്നു. 7 ദിവസമൊക്കെ വളരെ ഈസി ആയിട്ട് ലീവ് എടുക്കുന്നു. എന്നാലും അവർക്ക് ഇൻസെന്റീവ് വേണമെന്ന്. ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കല്യാണത്തിന് പോകാൻ വേണ്ടിയുള്ള കള്ളം, അതാണ് അവർക്ക് മോട്ടിവേഷൻ എങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്ന സമയത്ത് അത് ഡീമോട്ടിവേഷൻ ആകുന്നു. ഞങ്ങളുടെ അടുത്ത് തന്നെ അവർ കള്ളം പറയുമ്പോൾ ജൂനിയേഴ്സിന്റെ അടുത്ത് ചില മാനേജേഴ്സ് എങ്ങനെ സത്യം പറയും? ജൂനിയേഴ്സിന്റെ അടുത്ത് കള്ളമായിരിക്കും പറയുന്നത്. കമ്പനി ശരിയല്ല, കമ്പനി മാറിയിരിക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജൂനിയേഴ്സിന്റെ മനസ്സ് മാറ്റും. ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യം, പ്രധാനമായും കുടുംബമായി ജീവിക്കുന്നവരോട്, പ്രത്യേകിച്ചും വീട്ടിലുള്ള ഭാര്യമാരോടാണ്, അവരോടാണ് ചോദിക്കുന്നത്. കോമൺ സെൻസ് യൂസ് ചെയ്ത് പറയുക. വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങൾ കഷ്ടപ്പെടുന്നില്ലെങ്കിൽ, കമ്പനിയുടെ പോളിസികൾ ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ലഭിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? എല്ലാം വേണം. പഴയ കാലങ്ങളെല്ലാം മറന്നുപോയോ? അപ്പോൾ 35%, 50% ഗ്രോത്ത് ഉണ്ടായിരുന്നല്ലോ, അത് മറന്നുപോയോ? അക്കാലത്ത് നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടു, അതും മറന്നുപോയോ? കഴിഞ്ഞ ചില വർഷങ്ങളായി, കോവിഡിന് ശേഷം ഏകദേശം 2 വർഷങ്ങളായി ജനങ്ങൾക്ക് മോശമായ ഒരു പ്രവണത വന്നിരിക്കുകയാണ്. കമ്പനി സഹകരിച്ചിട്ടും എല്ലാം അനുയോജ്യമായിട്ടും എല്ലാവർക്കും ഒരു ബാഡ് ഹാബിറ്റ് വന്നിരിക്കുകയാണ്. അവർക്കിപ്പോൾ ജോലി ചെയ്യാനുള്ള താല്പര്യം തീരെ കുറവാണ്. ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. അഴിമതി നടക്കുന്ന സ്ഥലങ്ങളെല്ലാം ഇല്ലാതാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഒഡീസയിൽ മാനേജേഴ്സ് അഴിമതി ചെയ്തപ്പോൾ ആ ടീമിനെ തന്നെ ഞങ്ങൾ പിരിച്ചുവിട്ടു. സെക്കൻഡ് ലൈൻ, ഫസ്റ്റ് ലൈൻ, ടോപ്പ് ലൈൻ, മെഡിക്കൽ റെപ്സിനെ ഞങ്ങൾ വെറുതെ വിട്ടു. കാരണം ഞങ്ങൾ കരുതുന്നത് മെഡിക്കൽ റെപ്സ് മാനേജേഴ്സ് പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ. പക്ഷെ ധാരാളം പേരെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാറുമുണ്ട്. ഇപ്രാവശ്യം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, അഴിമതി ചെയ്യുന്നവരെ എല്ലാം എടുത്തു കളഞ്ഞു. ചെറുപ്പക്കാരടങ്ങിയ ഒരു പുതിയ ടീമിനെ അതിന് പകരം സ്ഥാപിച്ചു. അങ്ങനെ വന്നവരെല്ലാം വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, മാൻകൈൻഡിന്റെ ബെസ്റ്റ് ഇയർ ഇതാണ്. ഇത്രയും അഴിമതി നടന്നതിന് ശേഷവും ഞാൻ ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്രത്തോളം മോശമായിട്ട് പ്രവർത്തിച്ചിട്ടും, ഇത്രയും കള്ളങ്ങൾ പറഞ്ഞിട്ടും, പറ്റിക്കപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതിയാലും, ചീറ്റിംഗ് ചെയ്തു എന്ന് കരുതിയാലും, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ പറ്റിച്ചത്? നിങ്ങളോട് നല്ല രീതിയിലല്ലേ ഞങ്ങൾ പെരുമാറിയിരുന്നത്? വളരെ മോശമായ ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഒരു സെയിൽ നടന്നു. അപ്പോൾ എത്രമാത്രം സന്തോഷിച്ചു കാണും. ഇവിടെ ഞാൻ എല്ലാവർക്കും വളരെ ശക്തമായി നൽകുന്ന ഒരു മെസ്സേജ്, നിങ്ങൾ കമ്പനിയേക്കാൾ വളരെ ബുദ്ധിശാലിയാണെന്ന് കരുതുകയാണെങ്കിൽ, കമ്പനിയേക്കാൾ നമ്മളാണ് ഉയർന്നതെന്ന് കരുതിയാൽ, ചില മാനേജേഴ്സ് വളരെ അഹങ്കാരികളായി മാറിയിരിക്കുന്നു. എന്റെ പ്രൊഡക്ടിവിറ്റി 20 ലക്ഷം ടച്ച് ചെയ്തിരിക്കുകയാണ് സർ, എന്നെ ഒന്നും പറയരുത്. സർ, നിങ്ങൾ ശരിക്കും കഷ്ടപ്പെടും. നിങ്ങൾ കമ്പനിയെ മതിക്കാതെ, കമ്പനിയുടെ പോളിസികൾക്ക് മതിപ്പ് കൊടുക്കാതെ, നിങ്ങളുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്താൽ ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒന്നുമല്ല. കമ്പനിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ നിങ്ങളാണ് എല്ലാം. ഞാൻ രാജീവ് ജുനേജ. ഞാൻ കമ്പനിയേക്കാൾ വലിയ ആളാണെന്ന് കരുതിയാൽ ഞാനായിരിക്കും ഒരു വിഡ്ഢി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ പേര് രാജീവ് ജുനേജയല്ല, എന്റെ പേര് രാജീവ് മാൻകൈൻഡ്. എന്നെ ജനങ്ങൾക്ക് രാജീവ് മാൻകൈൻഡ് എന്നാണ് അറിയാവുന്നത്. ജുനേജ എന്ന പേരിൽ ഏകദേശം 10 ലക്ഷം പേര് കാണും. ഞാൻ എല്ലാവരെയും മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒന്നാണ്, നിങ്ങൾ കമ്പനിയുടെ പോളിസി ഫോളോ ചെയ്തില്ലെങ്കിൽ ഇപ്പോഴും ചാൻസ് ഉണ്ട്. ഇപ്പൊ തന്നെ സമ്മതിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോഴും ഒളിഞ്ഞിരിക്കുകയാണെങ്കിൽ, വീണ്ടും വീണ്ടും നിങ്ങൾ കുടുങ്ങുകയാണെങ്കിൽ, ഞാൻ ഈ വീഡിയോ അയച്ചു കഴിഞ്ഞിരിക്കുന്നു. ജോലി നടക്കുന്നു കരുതിയാൽ സർ, നമ്മുടെ ഹെഡ് ഓഫീസ് തന്നെ മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരെയും, മെഡിക്കൽ ആണെങ്കിലും, മാർക്കറ്റിംഗ് ആണെങ്കിലും, PMT ആണെങ്കിലും, സീനിയർ മാനേജേഴ്സ് ആണെങ്കിലും, സഞ്ജയ് കോളോ, ആദിഷോ, ആരാണെങ്കിലും ശരി. ഒരുപക്ഷെ സുദീപ് ആയിരിക്കാം, ശശിക ആയിരിക്കാം, ചന്ദന ആയിരിക്കാം, ശശാനി ആയിരിക്കാം, ആരാണെങ്കിലും ശരി, ഫീൽഡിലേക്ക് പോകണം, ജനങ്ങളോടൊപ്പം ജോലി ചെയ്യണം, റിയാലിറ്റി മനസ്സിലാക്കണം.
ഞങ്ങൾ കുറെ കാലങ്ങളായി യഥാർത്ഥ ഫീഡ്ബാക്ക് എടുക്കാൻ മറന്നുപോയി. അതാണ് ഞങ്ങളെ ഈ ലെവലിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, അതിനുശേഷം നിങ്ങൾ ഫീഡ്ബാക്ക് വാങ്ങിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ പറ്റൂ. നിങ്ങൾ ഒരു ആക്ടിവിറ്റി ചെയ്താൽ 1 മാസത്തിന് ശേഷമോ 2 മാസത്തിന് ശേഷമോ, ഒരുപക്ഷെ ഉദയ്പൂരിലുള്ള പ്ലാന്റിൽ ആക്ടിവിറ്റി ചെയ്താലോ ചില ദിവസങ്ങൾക്ക് ശേഷം സത്യസന്ധമായി നമുക്ക് അതിനുള്ള റെസ്പോൺസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ CMA ചെയ്തിരുന്നു, നന്നായിട്ട് പ്രവർത്തിച്ചു. ഫീഡ്ബാക്ക് തീർച്ചയായും കാണണം. മെഡിക്കൽ റെപ്പ് എങ്ങനെയാണ് ജോലി ചെയ്യുന്നതെന്നുള്ള ഫീഡ്ബാക്ക് നമുക്ക് ആവശ്യമല്ലേ? മാനേജേഴ്സ് എങ്ങനെയാണ് ജോലി ചെയ്യുന്നതെന്നുള്ള ഫീഡ്ബാക്ക് നമുക്ക് വേണ്ടേ? 100% വേണം. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ ഫീഡ്ബാക്ക് ആരാണ് തരുന്നത്? ആരാണോ ശരിക്കും കഷ്ടപ്പെടുന്നത്, സത്യസന്ധമായി ജോലി ചെയ്യുന്നത്? ഇവിടെ ഞങ്ങൾക്ക് ധാരാളം മാനേജേഴ്സിനെ ലഭിച്ചു. നല്ലവരാണെന്ന് ഞങ്ങൾ കരുതി, പക്ഷെ അവരെല്ലാം അഴിമതിക്കാരായിരുന്നു. അതുകൊണ്ടാണ് അവരിപ്പോൾ മാൻകൈൻഡിൽ ഇല്ല. വീണ്ടും ഞാൻ പറയുകയാണ്, ആരാണോ തന്നെ മാറ്റാതിരിക്കുന്നത്, സ്വയം സ്മാർട്ട് ആണെന്ന് കരുതുന്നത്, അവർക്ക് ജോലി നഷ്ടപ്പെടും. ഇത് ഞാൻ പ്രധാനമായിട്ടും മാനേജേഴ്സിനോടാണ് പറയുന്നത്. മാനേജേഴ്സിന് ടഫ് എന്ന് പറയുന്നു, പക്ഷേ മെഡിക്കൽ റെപ്സിന് ഒരു ചാൻസ് നൽകാൻ പോവുകയാണ്. ഇതിനോടൊപ്പം നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു കാണും. ധാരാളം ചെറുപ്പക്കാരെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ധാരാളം പേർ. മാൻകൈൻഡിനെ മുന്നോട്ട് നയിക്കുന്നതിൽ ഈ യങ്സ്റ്റേഴ്സ് വളരെ സഹായകമായിരിക്കും. അത് മാത്രമല്ല, ഞങ്ങൾ മറ്റൊരു പ്രോഗ്രാമും തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഏകദേശം 100, അതായത് ഒരു 100 മെഡിക്കൽ റെപ്സിനെ തിരഞ്ഞെടുക്കാമെന്ന് കരുതുന്നു. അത് സ്മാർട്ടായിട്ടുള്ള ചെറുപ്പക്കാരെ, കാണാൻ നന്നായിരിക്കും, നന്നായിട്ട് സംസാരിക്കും, ഫ്യൂച്ചറെ പറ്റി ഒരു ഐഡിയ കാണും, നന്നായിട്ട് കഷ്ടപ്പെടും. ഓരോ ഡിവിഷനിൽ നിന്നും ഞങ്ങൾ അങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്യും. എവിടെയാണോ 16,000 റെപ്സ് ഉള്ളത് അവിടെ നിന്നും ഞങ്ങൾ, അതായത് 12,000 16,000 റെപ്സിനുള്ളിൽ നിന്നും, അതിൽ നിന്നും 100 സ്മാർട്ടായ റെപ്സിനെ ഞങ്ങൾ സെലക്ട് ചെയ്യും. രണ്ടാമതായി ഏകദേശം ഒരു 25 ഫസ്റ്റ് ലൈൻസ്, പിന്നെ 20 സെക്കൻഡ് ലൈൻ, പിന്നെ 10 ZNസിനെ തിരഞ്ഞെടുക്കുന്നു. അവരെ ഹെഡ് ഓഫീസിലേക്ക് കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യാമെന്ന് കരുതുന്നു. അവർക്ക് മാനേജ്മെന്റ് കോഴ്സസ് എടുക്കാമെന്ന് കരുതുന്നു. ഇപ്പോൾ മുതൽ ഫ്യൂച്ചറിലേക്ക് ഈ കമ്പനിയെ ലീഡ് ചെയ്യുന്നവരെ സൃഷ്ടിക്കാനുള്ള ഒരുക്കത്തിലാണ്. അടുത്ത കാലഘട്ടങ്ങളിൽ അവർ തീർച്ചയായും നമുക്ക് സഹായകമായിരിക്കും. ലീഡർഷിപ്പ് സ്കിൽസ് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല. ഹെഡ് ഓഫീസ് ഒരു കാര്യം അവരുടെ അടുത്തുനിന്നും മനസ്സിലാക്കണം. അതായത് അവരെങ്ങനെയാണ് ജോലി ചെയ്യുന്നത്, അവരെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഇങ്ങനെയുള്ളതെല്ലാം മനസ്സിലാക്കിയിട്ട് അയാൾക്ക് എന്താണ് ആവശ്യം അതെല്ലാം മനസ്സിലാക്കി ഹെഡ് ഓഫീസ് സഹായിക്കണം. ഇതിനെക്കുറിച്ച് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ പ്രോസസ്സിൽ ധാരാളം പേർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ലഭിക്കും. ഈ അസൈൻമെന്റ് പ്രത്യേകമായി ഞങ്ങൾ സജ്ജക്കോൾ ആൻഡ് ആർട്ടിസ്റ്റിക്കിന് നൽകിയിരിക്കുന്നു. ഞാൻ എന്താണ് പറയുന്നത് വെച്ചാൽ, നിങ്ങൾ തന്നെ നേരിട്ട് പോയി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ആരുടെ വാക്കും കേൾക്കണ്ട. ഒളിച്ചു വെച്ചിരിക്കുന്ന ആ വൈരം കണ്ടുപിടിക്കുക, അവരെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരിക. നമ്മൾ അവർക്ക് വേണ്ടി ചെലവ് ചെയ്യാൻ പോവുകയാണ്. പേഴ്സണാലിറ്റി എൻഹാൻസ്മെന്റിൽ ട്രെയിനിങ് കൊടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അപ്പോഴാണ് അവർക്ക് വലിയ ടീമുകളെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ലീഡർഷിപ്പിനെ പറ്റി പൂർണ്ണമായും എനിക്ക് പറയാൻ സാധിക്കും. 4-5 ജോലികൾ ഞങ്ങൾ ചെയ്തോളാം. ലീഡേഴ്സിനോട് ഒരു കാര്യം പറയാം, മെഡിക്കൽ റെപ്പ് ആണെങ്കിലും ഫസ്റ്റ് ലൈൻ ആണെങ്കിലും ശരി, അല്ല സെക്കൻഡ് ലൈൻ ആണെങ്കിലും 4-5 കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾ ഞാൻ നോക്കുന്നത് പോലെ അത് നോക്കുകയാണെങ്കിൽ ആരാണ് നന്നായിട്ട് ജോലി ചെയ്യുന്നത്, ആരാണ് ജോലി ചെയ്യാതിരിക്കുന്നത്, ഇത് 90% കണ്ടുപിടിക്കാം. ഫസ്റ്റ് പോയിന്റ്, 12 ക്വാർട്ടേഴ്സ്, അതായത് 12 ക്വാർട്ടേഴ്സ് സെയിൽസ് ട്രെൻഡ് നിങ്ങൾ നോട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. 12 ക്വാർട്ടേഴ്സ് എന്ന് വെച്ചാൽ 12 മന്ത് അല്ല. 12 ക്വാർട്ടേഴ്സ് എന്ന് വെച്ചാൽ 3 ഇയർ. സെയിൽസിന്റെ ട്രെൻഡ് എങ്ങനെയാണ് പോകുന്നത്, ട്രെൻഡ് ശരിയായിട്ടുണ്ടെങ്കിൽ അവർ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 12 മാസങ്ങളായി ആ പ്രോഡക്റ്റ്, അതായത് ന്യൂ പ്രോഡക്റ്റിന്റെ സെയിൽ എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ട്രെൻഡ് എങ്ങനെ പോകുന്നു, ലോഞ്ച് ചെയ്ത പ്രോഡക്റ്റ് അതിന്റെ റെസ്പോൺസ് എങ്ങനെയുണ്ടെന്ന് നോക്കണം. അതുമാത്രമല്ല, അവരുടെ കഴിഞ്ഞ 3 വർഷങ്ങളിലുള്ള 3 വർഷത്തെ CAGR എങ്ങനെയാണ്, അതായത് ഗ്രോത്തിന്റെ. ഇവിടെ ഒരു ഉദാഹരണം പറയണമെങ്കിൽ, 3 വർഷത്തിന് മുൻപ് നമ്മുടെ ഗ്രോത്ത് 10% ആണെങ്കിൽ 2 വർഷത്തിന് മുൻപുള്ള ഗ്രോത്ത് -10% ആണെങ്കിൽ, അവരുടെ ഗ്രോത്ത് 5% ആയി മാറിയെങ്കിൽ CAGR എന്താകും? 2% ആയിട്ട് മാറും. കാരണം ഒരു പക്ഷേ അയാൾ 1 crore എന്ന് വെക്കാം, 2 വർഷം 3 വർഷത്തിന് മുൻപ് 3 കോടിക്കുള്ള ബിസിനസ് ചെയ്തിരിക്കണം. 10% വളർച്ച ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്, വീണ്ടും അതിൽ നിന്നും കുറഞ്ഞിരിക്കുന്നു. പിന്നെന്ത് സംഭവിക്കും? CAGR എന്തായിരിക്കും? 0 ആയിരിക്കും. ഒന്നും സംഭവിക്കില്ല, അതായത് മൈനസിൽ പോയെന്ന് പറയാം. ഈ ഗ്രോത്ത് വെച്ച് ഒരാൾ എങ്ങനെ ജോലി ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അത് മാത്രമല്ല, ഈ കാര്യവും ചെക്ക് ചെയ്യണം. അതായത് അവിടെയുള്ള മാനേജേഴ്സ് എങ്ങനെയുണ്ട്, അവരിൽ എത്ര പേർ ജോലി രാജിവെച്ച് പോയിട്ടുണ്ട്, അത് എത്രത്തോളം സംഭവിച്ചിട്ടുണ്ടെന്ന് നോക്കണം. അത് മാത്രം നോക്കിയാൽ പറ്റില്ല. മറ്റൊരു കാര്യവും ചെക്ക് ചെയ്യണം, അവിടുത്തെ വേക്കൻസി എല്ലാം 90 ഡേയ്സിന് ശേഷം ഫിൽ ആയിട്ടുണ്ടോ.
30 ദിവസത്തിൽ ഫില്ലായോ? അല്ല 4 മാസം കഴിഞ്ഞാണോ ഫില്ലായത്? 121 അല്ലെങ്കിൽ 60 ഡേയ്സിലാണോ ഫില്ലായത്? അത് നോക്കണം. മാനേജറിന്റെ എഫക്ടിവിറ്റി എന്താണെന്ന് അതിൽ നിന്നും മനസ്സിലാക്കാം. ഇത് നിങ്ങൾ ശരിക്കും നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ അതുമാത്രമല്ല, അദ്ദേഹം എത്ര നാൾ ഫീൽഡിൽ ജോലി ചെയ്തു. നിങ്ങൾ 12 ക്വാർട്ടറിന്റെ ഫീൽഡ് വർക്ക് നോക്കിയാൽ എത്ര ദിവസം ലീവ് എടുത്തിട്ടുണ്ട്, എത്ര നാൾ ഔട്ട് സ്റ്റേഷനിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ഫീൽഡ് കോർഡിനേറ്റേഴ്സ് ഉടൻ തന്നെ പേജർ മുഖേന അയക്കുകയാണെങ്കിൽ, മാനേജേഴ്സിന് ഇത് ഉടൻ തന്നെ ലഭിക്കുകയാണെങ്കിൽ, ഇത് ഞങ്ങളുടെ അടുത്ത പ്രധാനപ്പെട്ട അസൈൻമെന്റ് ആണെന്ന് തന്നെ പറയാം. ഇത് വെച്ചാണ് ഒരു 80-85% മാനേജേഴ്സിനെ നമുക്ക് സ്കാൻ ചെയ്യാൻ കഴിയുമെന്ന് പറയാം. അതിനുശേഷം എല്ലാം ഒന്നൊന്നായി പുറത്തേക്ക് വരാൻ തുടങ്ങും. എത്ര സെയിൽസ് 5 പ്രോഡക്റ്റുകളിൽ ലഭിക്കുന്നു, കൃത്യമായിട്ട് വരുന്നുണ്ടോ, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, ഇനി മുതൽ ഞങ്ങൾ ജനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാൻകൈൻഡിൽ ഉള്ളവരെല്ലാവരും തന്നെ തീർച്ചയായിട്ടും ബെസ്റ്റ് ആയിട്ടുള്ളവരായിരിക്കും. കാരണം കൊടുക്കുന്നത് ബെസ്റ്റ് ആയിട്ടുള്ളതല്ലേ. കൾച്ചർ, മണി, ഇൻസെന്റീവ്സ്, പിന്നെ സാഹചര്യം. ഇതാരാണോ ഇല്ലാതാക്കിയത് അവർ അത് ക്ലീൻ ചെയ്താൽ മതി. ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ എല്ലാവരെയും ഡിസ്റ്റർബ് ചെയ്യും, അത്രയേ ഉള്ളൂ. ഡിസ്റ്റർബിങ്ങിന്റെ അർത്ഥം എന്താണ്? നിങ്ങളെ എഴുന്നേൽപ്പിക്കുക എന്നതാണ്. 4 മണിക്കൂർ ഉറക്കത്തിന് ശേഷം 8 മണിക്കൂർ ജോലി ചെയ്യുക, 10 മണിക്കൂർ ജോലി ചെയ്യുക, അല്ലെങ്കിൽ 9 മണിക്കൂർ ജോലി ചെയ്യുക. ഇതിനുശേഷം സംഭവിക്കുന്ന റീബിൽഡിംഗ് ഇല്ലേ, അത് മാൻകൈൻഡിനെ വലിയൊരു ഉയർച്ചയിലായിരിക്കും കൊണ്ടുവന്നെത്തിക്കുക. കഴിഞ്ഞ ചില വർഷങ്ങളായി ജോലി ചെയ്യുന്നവരുടെ മേൽ ശ്രദ്ധ കൊടുത്ത് ഒരു കാര്യം ഞങ്ങൾ അങ്ങ് മറന്നുപോയി. മാൻകൈൻഡിനും ഒബ്ജക്റ്റീവ് ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ മറന്നു. അതെന്താണ്? ഒബ്ജക്റ്റീവ് ഓഫ് ഗ്രോത്ത്. ലക്ഷ്യങ്ങളിൽ നിന്നും നമ്മൾ പുറത്തേക്ക് വന്ന് വളർച്ചയെപ്പറ്റി ആലോചിക്കാതെ, ഇവിടെ അഴിമതി നടക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ, മാനിപ്പുലേഷൻ നടക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ പിന്നിലേക്ക് പോകേണ്ടി വന്നു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ ഓരോ സ്ഥലത്തെയും ഓരോ മൂലമുക്കിലും ഞങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. മാൻകൈൻഡ് കൾച്ചർ ഫോളോ ചെയ്യുന്നുണ്ടോ, അവർ സത്യസന്ധരാണോ, അവർ മാത്രമാണോ മാർക്കറ്റിൽ ഉള്ളതെന്നും ഉറപ്പുവരുത്തുന്നു. ആരുടെ പേരിലും ആക്ഷൻ എടുക്കാൻ ഞങ്ങൾ അമാന്തിക്കില്ല. ഞാൻ ഇതുവരെ പഠിച്ച പാഠം, കാരണം നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമുക്ക് ഒരു തള്ളലിന്റെ ആവശ്യമുണ്ട്. ആ തള്ളൽ എന്ന് വെച്ചാൽ എന്താണ്? തള്ളുന്നത് പല രീതിയിൽ നമുക്ക് എടുക്കാം. അത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കൽ. ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, നിങ്ങളും സ്വപ്നം കാണാറുണ്ട്, എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. മാൻകൈൻഡിനെ നല്ലൊരു കമ്പനി ആക്കുക എന്നതാണ് എന്റെ സ്വപ്നം. അടുത്തതായുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഒരു പക്ഷേ നിങ്ങൾ പറ്റിക്കപ്പെടുകയാണെങ്കിൽ, നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചാൽ, പൂർണ്ണ മനസ്സോടെ നിങ്ങൾ എല്ലാം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മളെ പറ്റിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്, പോളിസിക്കെതിരായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നു. തോൽവി കാരണം നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു നാണക്കേടില്ലേ? നമ്മളെന്താ അത്ര വലിയ വിഡ്ഢികളാണോ? ഇക്കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പോലും സാധിച്ചില്ല. ഇവരൊക്കെ വലിയ സ്മാർട്ട് എന്നാണ് കരുതുന്നത്. നമ്മൾ വിഡ്ഢികളാണോ? അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഓർമ്മയിലുണ്ടാകും. നമ്മൾ ഇനിയും കൂടുതൽ പ്രവർത്തിക്കണമെന്ന ഒരു വാശി നമുക്ക് ഉണ്ടാകും. സ്മാർട്ടായിട്ട് ജോലി ചെയ്യാനും ഇത് നമുക്ക് പ്രചോദനം നൽകും. അടുത്തത് എന്താണെന്ന് നോക്കാം. അത് സക്സസ് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. സക്സസ് ആയ ഉടൻ തന്നെ ജനങ്ങൾ എപ്പോഴും സന്തോഷപ്പെടുക മാത്രമല്ല, മടിയന്മാരായും മാറുന്നു. പ്രവൃത്തികളെല്ലാം വളരെ സ്ലോ ആകുന്നു. പക്ഷെ 2 ഫ്യൂവൽസ് ഞാൻ പറഞ്ഞതുപോലെ വളരെ എഫക്റ്റീവാണ്. സ്വപ്നം, രണ്ടാമതായി തോറ്റുപോകുമെന്നുള്ള പേടി. അത് വളരെ പ്രധാനമാണ്. ഇവ 2 മാൻകൈൻഡിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നു, നമ്മുടെ ഭാവി പ്രകാശമയമായിരിക്കും. എങ്ങനെയെന്നാൽ ഉയർച്ചയോടുകൂടിയ ജൂനിയേഴ്സിന്, മെഡിക്കൽ റെപ്സിന്, ഫസ്റ്റ് ലൈൻസിന്, സെക്കൻഡ് ലൈൻസിന് വളരണമെന്ന് കരുതുന്നവർക്ക് മനോഹരമായിരിക്കും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. ഗുഡ് ലക്ക്. അഴിമതിയില്ലാത്ത ഒരു സ്ഥാപനമായി മാൻകൈൻഡിനെ മാറ്റുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ. ടേക്ക് കെയർ. സീ യു.